لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത് സൂറത്തുൽ ഫാത്തിറിലെ അവസാനത്തെ വചനമാണ്. സൃഷ്ടാവ് എന്നർത്ഥം വരുന്ന സൂറത്തുൽ ഫാത്തിറിലുടനീളം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ശക്തിയെ സംബന്ധിച്ചും അപാരമായ കാരുണ്യത്തെ സംബന്ധിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. ആകാശഭൂമികൾ സൃഷ്ടിക്കുകയും ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുകയും നമുക്ക് ഈ ജീവിതം നൽകുകയും അത് തിരിച്ചെടുക്കുകയും രാവ് പകലുകളെ ഇടകലർത്തി നൽകുകയും ഒക്കെ ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെയാണ് ഈ സൂറത്ത് വരച്ചു കാണിക്കുന്നത്. അള്ളാഹു തുടർന്ന് സംസാരിക്കുന്നത് വളരെ ബലഹീനനായ, ഓരോ നിമിഷവും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന അവൻ്റെ അടിമകളായ മനുഷ്യരെ സംബന്ധിച്ചും, അതേസമയം ഒരു കാര്യത്തിനും ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്ത വിധം സ്വയം പര്യാപ്തനും നിരാശ്രയനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുമാണ്. ശൈത്താൻ മനുഷ്യരുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്നും നന്ദി കാണിക്കുന്നവരെക്കുറിച്ചും നന്ദികേട് കാണിക്കുന്നവരെക്കുറിച്ചുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു. ഈ സന്ദേശം സ്വീകരിച്ചവരെ സംബന്ധിച്ചും അത് അഹങ്കാരത്തോടുകൂടി നിഷേധിച്ചവരെ സംബന്ധിച്ചുമാണ് പിന്നീട് പറയുന്നത്. അങ്ങനെ ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് നമ്മെ വളരെ ഭയപ്പെടുത്തുന്നതും അതേസമയം വലിയ പ്രതീക്ഷ നൽകുന്നതുമായ ഒരു വചനത്തിലൂടെയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. മനുഷ്യർ പ്രവർത്തിച്ചു വെച്ചിട്ടുള്ളതിന് അള്ളാഹു അവരെ പിടികൂടുകയായിരുന്നുവെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തുവിനെയും അവൻ ബാക്കി വെക്കുമായിരുന്നില്ല. പക്ഷേ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്കും അവൻ അവർക്കത് നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ അവധി വന്നാൽ നിശ്ചയമായും അള്ളാഹു അപ്പോൾ തൻ്റെ അടിയാന്മാരെ പറ്റി കണ്ടറിയുന്നവനാകുന്നു, അഥവാ വേണ്ടുന്ന നടപടി അവൻ എടുത്തുകൊള്ളും എന്ന് സാരം. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ തെറ്റുകൾക്ക്, നാം പറയുന്ന കളവുകൾക്ക്, നാം ഒഴിവാക്കുന്ന നിസ്കാരങ്ങൾക്ക്, നമ്മുടെ അഹങ്കാരത്തിന് ഒക്കെ അപ്പോൾ തന്നെ പിടികൂടി ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു മനുഷ്യജീവി പോലും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മൾ ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല സമയം നീട്ടി നൽകുക മാത്രമാണ് ചെയ്യുന്നത്, അഥവാ അവസരങ്ങൾ നൽകുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ കഴിവുകേടല്ല, അവൻ്റെ അപാരമായ കാരുണ്യമാണ്. അത് പശ്ചാത്താപത്തിൻ്റെ വാതിലുകൾ അടയുന്നതിന് മുമ്പേ നാം അവനിലേക്ക് മടങ്ങി ചെല്ലും എന്ന പ്രതീക്ഷയും അതിനുവേണ്ടി അവൻ നൽകുന്ന അവസരങ്ങളും മാത്രമാണ്. നാം നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ എങ്ങും അനീതികളും അക്രമങ്ങളും വ്യാപിക്കുന്നത് കാണാൻ കഴിയും. ഗാസയിലെ ഏതാനും മീറ്ററുകൾക്കപ്പുറം ട്രക്കുകളിൽ ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ നശിക്കുമ്പോഴും ഇങ്ങ് ഗാസയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ദിവസങ്ങളായി പട്ടിണി കിടക്കുന്നത്. എന്നിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ആ മനുഷ്യരെ, ആ പട്ടിണിക്കോലങ്ങളെ ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ക്രൂരമായി വെടിവെച്ചു കൊല്ലുന്ന നരാധമന്മാരെയും അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഭരണകർത്താക്കളെയുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിമിഷം തന്നെ പിടികൂടി ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ അവരൊന്നും ഈ ഭൂമുഖത്ത് ബാക്കി ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അതുപോലെ ഇന്ത്യയിലെ എത്ര മനുഷ്യരെയാണ് ആൾക്കൂട്ടങ്ങൾ കൊന്നുകളഞ്ഞിട്ടുള്ളത്? മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന എത്ര മനുഷ്യരുണ്ട്? സാധുക്കളായ സഹോദരങ്ങളെ അവരുടെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നവരില്ലേ? ഇവരെയൊക്കെ മുച്ചോട് നശിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വേള കണക്കാക്കിയാൽ പിന്നെ അടുത്ത ശ്വാസം വിടാൻ അവർ ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാകുമായിരുന്നു.
പക്ഷേ അവൻ പിന്തിപ്പിക്കുകയാണ്. അവരുടെ കയറ് അവൻ അയച്ചിട്ടിരിക്കുകയാണ്. അവനതൊന്നും കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല, അവൻ ഇരയായവർക്ക് ക്ഷമയോടുകൂടി വിജയം വരിക്കാനും അതുപോലെ അക്രമികൾക്ക് പാപമോചനം തേടാനുമുള്ള അവസരങ്ങൾ നൽകുകയാണ്. അവൻ്റെ കഠിനമായ ശിക്ഷ അവരെ മൂടുന്നതിന് മുമ്പേ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നാം ഇങ്ങനെ ചിന്തിച്ചു പോകരുത്. അതായത് ഇതെല്ലാം കേവലം ഭരണകർത്താക്കളെയോ അവരുടെ കുഴലൂത്തുകാരെയോ സംബന്ധിച്ച് മാത്രമാണ് എന്ന്. ഇത് എന്നെയും നിങ്ങളെയും കുറിച്ച് കൂടെയാണ്. അതായത് നാം സോഷ്യൽ മീഡിയയിൽ സമയം കൊല്ലുമ്പോൾ, ഒരു കളവ് പറയുമ്പോൾ, ഫോണിൽ ഒരു ഹറാം കണ്ടന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, സ്വന്തം കുടുംബത്തോട് അനീതി പ്രവർത്തിക്കുമ്പോൾ, ഒരു നേരത്തെ നിർബന്ധ നമസ്കാരം ഒഴിവാക്കുമ്പോഴുമൊക്കെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഈ നിമിഷം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ അത് എങ്ങനെ നാം സഹിക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്. നാം എപ്പോഴും ഓർക്കേണ്ടത് റബ്ബ് അവൻ്റെ ശിക്ഷ വൈകിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അവനത് മറക്കുന്നില്ല എന്നുള്ളതാണ്. നാം പാശ്ചാത്തപിച്ച് മടങ്ങുന്നത് വരെ ഒരു നാൾ ഫിർഔനെയും കൂട്ടരെയും കടലിൽ മുക്കിക്കൊന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും പിടികൂടുക തന്നെ ചെയ്യും. സമയം പോകുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുക. റബ്ബ് അതിന് തൗഫീഖ് ചെയ്യട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.